സിവിൽ സർവീസ് ഫലം പ്രസിദ്ധീകരിച്ചു. അനുജ് അഗ്നിഹോത്രി 1ാം റാങ്കും രാജേശ്വരി സുവെ 2ാം റാങ്കും നേടി. തിരുവനന്തപുരം സ്വദേശി ശ്രീജ JS 57ാം റാങ്ക് നേടി. കോഴിക്കോട് സ്വദേശി അജയ് R രാജനാണ് 109ാം സ്ഥാനം. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും. തൗഫീഖ്, ആരൊക്കെയാണ് റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള മലയാളികൾ? അനീഷ, ആദ്യ 50 റാങ്കുകളിൽ 5 മലയാളികൾ ഇടം പിടിച്ചു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ആ ശ്രുതി 18, JS ശ്രീജ 57, B ഗോപിക 105, അജയ് രാജ് 109, VC ശ്രീലക്ഷ്മി 133 എന്നിവരാണ് ഈ മലയാളികളായി റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത്. 1ാം റാങ്ക് ലഭിച്ചിരിക്കുന്നത് അനുജ് അഗ്നിഹോത്രക്കാണ്. 2ാം റാങ്ക് നേടിയിരിക്കുന്നത് രാജേശ്വരി സുവും അതോടൊപ്പം തന്നെ ആകാൻഷ് ദൂൾ 3ാം റാങ്കും നേടിയിട്ടുണ്ട്. ആകെ 958 പേരാണ് ഇത്തവണ സിവിൽ സർവീസിൽ യോഗ്യത നേടിയിരിക്കുന്നത്. ഓരോരുത്തർക്കും എത്ര മാർക്ക് ലഭിച്ചെന്ന് 15 ദിവസത്തിനകം വെബ്സൈറ്റിലൂടെ അറിയാമെന്ന് ഇപ്പോൾ UPSC അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2025 ഓഗസ്റ്റിലായിരുന്നു ഈ പരീക്ഷ നടന്നത്. ഡിസംബർ ഫെബ്രുവരി മാസങ്ങളിലായി പേഴ്സണാലിറ്റി ടെസ്റ്റ് നടന്നിരുന്നു. 2 പേരുടെ ഫലം തടഞ്ഞു വെച്ചതായിട്ട് കൂടി UPSC ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. IAS, IPS അതോടൊപ്പം തന്നെ IFS, സെൻട്രൽ സർവീസ് ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B എന്നീ പോസ്റ്റുകളിലേക്കാണ് നിയമനം നടത്തുക എന്നുകൂടി ഇപ്പോൾ UPSC അറിയിച്ചിട്ടുണ്ട്. ആദ്യ 10 റാങ്കുകളിൽ മലയാളികൾ ആരും ഇടം പിടിച്ചിട്ടില്ല. അതിനുശേഷമാണ് മലയാളികൾ കൂടി ഇപ്പോൾ ഈ റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ചതായിട്ട് ഫലം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഈ ജന്മന കാഴ്ച പരിമിതിയുള്ള വ്യക്തിയാണ് അജയ് R രാജ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ വിജയം, ഈ റാങ്ക് വലിയ തിളക്കമുള്ള ഒരു കാര്യം കൂടിയായി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. പ്രിലിംസ് അതോടൊപ്പം തന്നെ മെയിൻസ്, പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നീ 3 ഘട്ടങ്ങൾക്ക് ശേഷമാണ് ഈ ഫലം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രാജ്യമെമ്പാടുമുള്ള ഉദ്യോഗാർത്ഥികൾ അന്തിമ റാങ്ക് ലിസ്റ്റിനായുള്ള കാത്തിരിപ്പിലായിരുന്നു. സമയത്ത് തന്നെ എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും കൃത്യമായിട്ട് തന്നെ ഫലം പ്രഖ്യാപിക്കാനായിട്ട് UPSCക്ക് സാധിച്ചു എന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. ശരി, തൗഫീഖ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.